കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ വാർത്തയുടെ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുമ്പോൾ ബിജെപി തീർത്തും കൈ കഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മോദിയുടെ അമേരിക്കൻ യാത്രയുടെ വിവാദങ്ങൾ ഒഴിഞ്ഞുമാറുന്നേയില്ല. അതിനിടയിലേക്കാണ് ഇപ്പോൾ ഉപദേശകൻ കൂടിയായ സന്യാൽ കടന്നു വരുന്നത്. അനധികൃത കുടിയേറ്റക്കാരായി പ്രഖ്യാപിച്ചുകൊണ്ട് ചങ്ങലക്കിട്ട മനുഷ്യരെ പഞ്ചാബിൽ കൊണ്ട് ട്രംപ് ഇറക്കുമ്പോൾ 15 ദിവസമായി ഒന്ന് പല്ലുപോലും തെക്കാൻ പറ്റാത്തത്ര ദുരിത ജീവിതമായിരുന്നു നീണ്ട മണിക്കൂറുകൾ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. അവരുടെ കൂട്ടത്തിൽ കുട്ടികളും ഉണ്ട് എന്നോർക്കണം. എന്തിനേറെ പറയുന്നു, ഒരു കുംഭമേളയിൽ വേണ്ട സുരക്ഷ ഏർപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്ര പേരാണ് പ്രയാഗ്രാജിൽ അങ്ങോട്ട് പോകാനുള്ള ട്രെയിൻ കയറാനുമായിട്ട് തിക്കിലും തിരക്കിലും കൊല്ലപ്പെട്ടത് എന്നതിന് പോലും ഒരു കയ്യും കണക്കുമില്ല. എത്ര പേർ എന്ന അഖിലേഷ് യാദവിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും ആഭ്യന്തര മന്ത്രാലയം കൈയാളുന്ന അമിത്ഷായെയും ഒക്കെയാണ് നമ്മൾ പാർലമെന്റിനകത്ത് കണ്ടത്. അപ്പോൾ പിന്നെ വിദേശത്തേക്ക് അനധികൃതമായി കുടിയേറി എന്ന് പറയുന്നവർക്ക് മോദി നൽകുന്ന പിന്തുണ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ രാജ്യത്തിനകത്ത് സജീവമായി ചൂടുപിടിക്കുന്ന ചർച്ച 182 കോടി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന എലോൺ മസ്കിന്റെ പോസ്റ്റ് തന്നെയാണ്. അതും എക്സ് പോസ്റ്റ്. ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ BJP IT സെൽ മേധാവി BJPക്ക് പങ്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത്രയും തുക കൈപ്പറ്റിയത് UPA സർക്കാരാണ് അഥവാ കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. അതിനിപ്പോൾ അവർ ഈ ഞെട്ടൽ രേഖപ്പെടുത്തുന്നതും. എന്നാൽ മോദി ഭരണത്തിൽ കയറിയതിനു ശേഷവും ഈ തുക കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നിർത്തലാക്കുന്നു എന്ന് എലോൺ മസ്ക് പറയുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിന് പക്ഷേ യാതൊരു മറുപടിയും ഈ പറയുന്ന കൂട്ടർക്ക് നൽകാനുമില്ല. എത്രയും വേഗം കോൺഗ്രസിന്റെ തലയിലിടുക, തടി തപ്പുക. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലും രംഗത്തെത്തുന്നത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കൂട്ടാനുള്ള ശ്രമങ്ങൾക്കായി US-ന്റെ $21 ദശലക്ഷം സ്വീകരിച്ചത് ആരാണ് എന്ന് കണ്ടെത്തണമെന്നുമാണ് സന്യാൽ പറയുന്നത്. ഇത്തരത്തിൽ US ഫണ്ട് വന്നിരുന്നെന്ന ആരോപണം 2010-12 കാലയളവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറേഷി ഇന്നലെ നിഷേധിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് സംവിധാനം ശക്തമാക്കാനായി രാജ്യാന്തര തെരഞ്ഞെടുപ്പ് സംവിധാനവുമായി ധാരണ ഉണ്ടായിരുന്നു എങ്കിലും അതിൽ സാമ്പത്തിക ഇടപാടോ പണവാഗ്ദാനമോ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തമാക്കൽ. അതിലൂടെ UPA ഭരണകാലത്ത് ഈ പണം കൈപ്പറ്റിയിട്ടില്ല എന്നത് വ്യക്തമാണ്. ഇനി ബാക്കി പറയേണ്ടത് BJP തന്നെയാണ്.